അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നർ റജുല, ഒരു വ്യക്തി, ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ആ വ്യക്തിയുടെ ദറജ സ്വർഗത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. താഴെയാണെങ്കിൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. ഫയഖൂലു, അപ്പോൾ ആ വ്യക്തി ചോദിക്കും, അന്ന ഹാദ, ഇതെങ്ങനെയാണ്? ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് ഈ ദറജ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ്? ഉലമാക്കൾ പറഞ്ഞു, ഖബറിൽ വെച്ച് സ്വർഗത്തിലെ സീറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ദറജയിലെ വ്യത്യാസം അവർക്ക് കാണാമെന്നാണ്. കാരണം സ്വർഗവും നരകവും എല്ലാ രാവിലെയും വൈകുന്നേരവും നരകാവകാശികളാണെങ്കിൽ അവർക്ക് നരകം കാണിച്ചു കൊടുക്കും, സ്വർഗാവകാശികളാണെങ്കിൽ അവർക്ക് സ്വർഗത്തിലെ സീറ്റ് കാണിച്ചു കൊടുക്കും. അപ്പോൾ നേരത്തെയുള്ള സീറ്റിൽ നിന്ന് വ്യത്യസ്തമായ സീറ്റ് കാണുമ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് ഈ ദറജ വർദ്ധിച്ചു കിട്ടിയത്? അപ്പോൾ ഉത്തരം നൽകപ്പെടും, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഇസ്തിഗ്ഫാർ നമ്മൾ തുടരുന്ന കാലത്തോളം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കുക, അവർ പറയുന്നില്ല അല്ലാഹുമ്മ ഗഫിർലി എന്ന് അവർ പറയുന്നില്ല, അവർ മരിച്ചുപോയി. പക്ഷെ നമ്മൾ പറയാണ്, റബ്ബേ എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്ക്, അള്ളാഹുവേ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു ആ പാപങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. പാപങ്ങൾ പൊറുക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ദറജകളിൽ വർധന ഉണ്ടാവുകയാണ്. പലരും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ മാതാപിതാക്കൾ അവരോട് ചിലപ്പോൾ ഏതെങ്കിലും നിലക്ക് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ മോശമായി പെരുമാറിയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളോ അനീതികളോ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ചെറിയ വിഷയത്തിൽ പോലും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുണ്ട്. എനിക്ക് എൻ്റെ ഏട്ടന് നൽകിയ അത്ര സ്വത്ത് ഉപ്പ തന്നില്ല, അല്ലെങ്കിൽ അവളെ പരിഗണിച്ചു, എന്നെ പരിഗണിച്ചില്ല, ഇങ്ങനെ തുടങ്ങി നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ അവർ മുവഹിദുകളാണെങ്കിൽ, മുശ്രിക്കുകളല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിയിട്ട് യാതൊരു കാര്യവുമില്ല.